നമസ്കാരം. ചില നല്ല സുഹൃത്തുക്കൾ ഉപദേശം തരാറുണ്ട്. നിങ്ങൾ രാഷ്ട്രീയം പറയരുത്, കപ്പലുകളുടെയും കണ്ടെയ്നറുകളുടെയും കണക്കുകൾ പറയുക. അവയിൽ പോലും രാഷ്ട്രീയമുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ രാഷ്ട്രീയം പറയാതിരിക്കും? സെയിൽ കമന്ററി ആരംഭിക്കുന്നു. നമ്മുടെ ദിവസേനയുള്ള ജീവിതം പോലും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമില്ലാതെ ശ്വസിക്കുന്ന വായു പോലും ഏത് നിലവാരമുള്ളതാവണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയമാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ ഒഴിവാക്കി ഇവിടെ ജീവിക്കാൻ പറ്റുക? എന്തായാലും ഇവിടെ വരുന്ന കപ്പലുകളുടെ എണ്ണം എത്ര കൂടണം എന്നുള്ളത് രാഷ്ട്രീയമാണ്. ഇറങ്ങുന്ന കണ്ടെയ്നറുകൾ എത്ര കൂടണം, കയറുന്ന കണ്ടെയ്നറുകൾ എത്ര കൂടണം, ഇവയെല്ലാം രാഷ്ട്രീയമാണ്. ഇപ്പൊ കണ്ടെയ്നറുകളുടെ കണക്ക് പറയണമെങ്കിൽ നല്ലവണ്ണം രാഷ്ട്രീയം ആദ്യം പറയണം. അത് കഴിഞ്ഞാലാണ് കണ്ടെയ്നർ കൂട്ടാൻ പറ്റുന്നതും കപ്പലുകളുടെ എണ്ണം കൂട്ടാൻ പറ്റുന്നതും. ഏതായാലും സുഹൃത്തുക്കളുടെ നല്ല ഉപദേശം ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് കുറച്ച് കണക്കുകളാണ്, കപ്പലുകളുടെയും കണ്ടെയ്നറുകളുടെയും രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ചില കണക്കുകളാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ വിട്ടുപോയ ചില കാര്യമുണ്ട്. ഏപ്രിൽ മാസം, സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മാസം TRV 1ാം സ്ഥാനത്തെത്തി. അടിയട സിമ്പിൾ. നേരത്തെ വന്നിട്ടുണ്ട്. ഈസ്റ്റ് സോണിലും സൗത്ത് സോണിലും TRV നമ്പർ 1 ആണ്. 1,04,413 കണ്ടെയ്നറുകളാണ് ഏപ്രിൽ മാസത്തിൽ ഹാൻഡിൽ ചെയ്തത്. മറ്റ് പോർട്ടുകളുമായിട്ട് നോക്കുമ്പോൾ ഏകദേശം 7 ടെർമിനലുകളാണ്. ഇത് പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ടെർമിനലുകളാണ്. മുഴുവൻ പോർട്ടുകളല്ലല്ലോ. 7 ടെർമിനലുകളാണ് TRVക്ക് മുകളിലുള്ളത്. അപ്പൊ 8ാം സ്ഥാനമുണ്ട്. രാജ്യത്ത് മൊത്തമായിട്ട് 8ാം സ്ഥാനമാണ് TRVക്കുള്ളത്. ഏകദേശം നമ്മുടെ വന്ന കപ്പലുകൾ, ഇറക്കിയ കണ്ടെയ്നറുകളെല്ലാം നോക്കുമ്പോൾ ശരാശരി ഒരു കപ്പലിൽ നിന്ന് 2320 കണ്ടെയ്നറാണ് കയറ്റുകയോ ഇറക്കുകയോ റെസ്റ്റോയോ ഒക്കെ ചെയ്തത്. 30 ദിവസം പരിഗണിക്കുമ്പോൾ ഇത് 3480 കണ്ടെയ്നറുകളായി മാറുന്നു. ഈ കണക്ക് ഗുണിച്ച് ഹരിച്ചെടുക്കുമ്പോൾ ഈ വന്നിരിക്കുന്ന കണക്കുകൾ മുഴുവൻ രാജ്യത്തെ സ്വകാര്യ ടെർമിനലുകളാണ്. 29 സ്വകാര്യ ടെർമിനലുകളുണ്ട്. അവയിൽ 8ാം സ്ഥാനമാണ് നമ്മുടെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. ടേൺ അറൌണ്ട് ടൈം ഏകദേശം 32 മണിക്കൂർ വരുന്നുണ്ട്. നമ്മൾ ആഗോളതലത്തിൽ 32 മണിക്കൂർ വളരെ കൂടുതലാണ്, കുറയ്ക്കണം. എന്തായാലും നമ്മൾ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഓരോ മാസത്തെയും ഇത്തരം കണക്കുകൾ വെച്ച് നമുക്ക് പരിശോധിച്ചു പോകാം. ഏപ്രിൽ മാസത്തിൽ നമ്മൾ തുടക്കത്തിൽ പറയുന്നതാണ് ഈ കണക്ക്. ഏപ്രിൽ മാസത്തിൽ 45 കപ്പലുകളാണ് വന്നത്. തൊട്ട് മുമ്പുള്ള മാസം മാർച്ച് മാസം 52 വന്നിരുന്നു. 52 വന്ന സ്ഥാനത്ത് 45ആയി കുറഞ്ഞു എന്ന് പരിഭവിക്കേണ്ട. കാരണം 5 ജെയ്ഡ് സർവീസിലെ മദർ വെസലുകളായിരുന്നു. അപ്പോൾ ഒരു മദർ വെസൽ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 3 ഫീഡർ വെസൽ. അപ്പൊ 52നേക്കാൾ കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. കാരണം ഓരോ ജെയ്ഡ് സർവീസ് വെസലും എടുക്കുന്ന സമയം പരിശോധിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ പോർട്ട് യൂട്ടിലൈസേഷൻ, ആ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ പോർട്ടിന്റെ യൂട്ടിലൈസേഷൻ 91.25%. മികച്ച പ്രവർത്തനമാണ്, വളരെ മികച്ച പ്രവർത്തനമാണ്. 27, 28, 29 ദിവസങ്ങളിൽ ഏകദേശം 130% പ്രവർത്തിച്ചിരിക്കുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ 91.25%, 45 കപ്പലുകൾ, 1,04,413. മെച്ചപ്പെട്ട പ്രവർത്തനമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ പോർട്ടുകളുമായിട്ട്, ഇന്ത്യൻ ടെർമിനലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട പ്രവർത്തനമാണ്. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് സിംഗപ്പൂർ, ഷാങ്ഹായ്, റോട്ടർഡാം തുടങ്ങിയ പോർട്ടുകളുമായിട്ടാണ്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എവിടെയും എത്തിയിട്ടില്ല.
പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതോടുകൂടി നമ്മുടെ തുറമുഖം ലോക പ്രശസ്തമായിട്ടുണ്ടാകും. ഇപ്പോൾ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം, ഇവിടെ സിറ എന്ന് പറയുന്ന ഒരു കപ്പൽ നമ്മുടെ പുറംകടലിൽ ഇന്നലെ രാവിലെ മുതൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ബൾക്ക് കാരിയറാണ്. ബൾക്ക് കാരിയർ നമ്മുടെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ അന്വേഷിക്കുമ്പോൾ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട കപ്പലാണ്. ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ എങ്ങോട്ട് പോകുന്നു എന്ന് അവരുടെ AESലുള്ള ഇൻഫർമേഷനിൽ ഇല്ല. പക്ഷേ ഓർഡർ എന്നാണ്, ഡെസ്റ്റിനേഷനിൽ ഓർഡർ എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ കപ്പൽ മേഖലയിൽ അടുത്ത ദൗത്യം എന്താണ്, അടുത്ത പോർട്ട് ഏതാണ്, അടുത്ത കാർഗോ എന്താണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് വരെ ഈ ഡെസ്റ്റിനേഷൻ സ്ഥലത്ത് ഓർഡർ വെയിറ്റ് ചെയ്യുന്നു. അവരുടെ മാനേജ്മെന്റ് കമ്പനിയിൽ നിന്നും ഓർഡർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ആഗോള ഡെസ്റ്റിനേഷനായി മാറുന്നതുകൊണ്ട് അവർ തീരുമാനിച്ചു കാണും TRVയുടെ ആങ്കറേജിൽ നമുക്ക് നങ്കൂരമിടാം. ഞാനിത് സംബന്ധിച്ച് സർക്കാരിലെ പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ 2-3 ഉദ്യോഗസ്ഥർക്ക് മെസ്സേജ് അയച്ചു. ഇങ്ങനെ സിറ പുറംകടൽ ഏകദേശം 8.5 നോട്ടിക്കൽ മേൽ അകലെ കിടപ്പുണ്ട്. എന്താണ് കാര്യം? എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ആണോ, വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ, മെയിന്റനൻസ് ഉണ്ടോ? എന്തായാലും ഇതുവരെയും മറുപടി തന്നിട്ടില്ല. ഇതാണ് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഒരു ജാഗ്രത. ആഗോളതലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോർട്ട്, പുറംകടൽ, അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് 24 മണിക്കൂറും ജാഗ്രതയോടെ അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥർ ഇപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും എനിക്കൊരു മറുപടിയും തന്നിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഗംഭീരമായിട്ട് കളി നടക്കും. എന്തായാലും സെന്റ് കിറ്റ്സ് നെവിസ് എന്ന് പറയുന്ന ഫ്ലാഗ്ഡ് കപ്പലാണ് ബൾക്ക് കാരിയർ സിറ. നമുക്ക് നോക്കാം എപ്പോഴാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. എന്തായാലും ഒരു ഡെസ്റ്റിനേഷൻ, നമ്മുടെ ആങ്കറേജ് പോലും ആഗോളതലത്തിൽ ഇവിടെ ആങ്കർ ചെയ്തിരുന്നാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാനും സഹായം തേടാനും പറ്റിയ ഒരു ലൊക്കേഷൻ എന്നതുകൊണ്ടാവാം. അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു ഡീവിയേഷൻ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. ആഫ്രിക്കൻ സൈഡിലോട്ട് പോകാം, അല്ലെങ്കിൽ സുയസിലോട്ട് പോകാം, അല്ലെങ്കിൽ ഗൾഫിലോട്ട് പോകാം. എങ്ങനെ വേണമെങ്കിലും തിരിയാനുള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്ന നിലയ്ക്ക് കൂടിയാവും നമ്മുടെ പുറംകടലിൽ അവർ നങ്കൂരമിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. യാത്ര തുടരുന്ന വിവരം പ്രേക്ഷകരെ അറിയിക്കാൻ ശ്രമിക്കാം. കരയിലിരിക്കുന്ന നമുക്ക് അധികം അറിയാത്തൊരു ലോകമാണ് കടലിലേത്. പലപ്പോഴും നമുക്ക് അറിയില്ല. നമ്മളുമായി ബന്ധപ്പെട്ടവർ വളരെ കുറവാണ് കടലിൽ ജോലി ചെയ്യുന്ന സെയിലേഴ്സ്. അവരുടെ ഒരു കടലിൽ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം, വീട്ടുകാരെ ബന്ധപ്പെടാൻ കഴിയാതെ, ഈ ഫോൺ സൗകര്യം പോലും വളരെ പരിമിതമാണ്. സാറ്റലൈറ്റ് ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്കുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് പോർട്ടിൽ എത്തുമ്പോൾ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ ഇന്നലെ വന്നു പോയ CHS കൊളംബോ എന്ന് പറയുന്ന ചെറിയ കപ്പൽ, താരതമ്യേന ചെറിയ കപ്പൽ, ഒരു ഫീഡർ വെസലാണ്. കൊൽക്കത്ത TRV കൊൽക്കത്ത സെക്ടറിൽ ഓടുന്ന, നേരത്തെ വന്നിട്ടുണ്ട് OEL കൊളംബോ എന്നുള്ള പേരിലായിരുന്നു വന്നിരുന്നത്. ഇപ്പൊ അതിന്റെ പേര് മാറ്റിയെന്നാണ് അറിയുന്നത്. CHS കൊളംബോ, അതിൽ ഒരു സെക്കൻഡ് ഓഫീസർ വിൻസ്റ്റൺ മൊറൈസ് എന്ന് പറയുന്ന ഒരു TRV-കാരൻ, തലസ്ഥാനത്തുകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊന്ന് ഏകദേശം 27.5 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊരു വലിയ സമയമാണ്. അപ്പോൾ ക്യാപ്റ്റന്റെ പെർമിഷനോടുകൂടി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം. അദ്ദേഹം നമ്മുടെ എമിഗ്രേഷനോട് പെർമിഷൻ ചോദിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? നോർമലി ഇന്ത്യൻ പോർട്സിൽ പോകാൻ പറ്റും, പുറത്തൊക്കെ പോകാൻ പറ്റും. പുള്ളി ചോദിച്ചു, ഇമിഗ്രേഷൻ ഓഫീസറുടെ ചോദിച്ചപ്പോൾ ഇപ്പോൾ സെക്കൻഡ് അല്ലേ ഒരു ഇനോഗ്രേഷൻ ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് ഇമിഗ്രേഷൻ്റെ ക്ലിയറൻസ് ഒന്നും കിട്ടിയിട്ടില്ല സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഡിലേ വന്ന്. ശ്രീ വിൻസ്റ്റൺ മൊറൈസിന്റെ ബന്ധുവാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടും ഗേറ്റ് തുറക്കാത്ത, കസ്റ്റംസും ഇമിഗ്രേഷനും പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ ഒരു കപ്പൽ ജീവനക്കാരന് ഒരല്പം റിലീഫ്, അദ്ദേഹത്തിന്റെ കുടുംബവുമായി 1 മണിക്കൂർ 2 മണിക്കൂർ ചെലവഴിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കാതെ പോയി. ഇതൊരു മാനുഷിക വിഷയമാണ്. ഇത്തരം കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം. അവരുടെ ക്ഷേമവും സെയിലേഴ്സിന്റെ ക്ഷേമവും, എനിക്ക് കോവിഡ് കാലത്തെ അവരുടെ പ്രവർത്തനങ്ങൾ എനിക്ക് കുറെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം സുരക്ഷിതരായി നമ്മുടെ വീടുകളിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ കടലിലൂടെ അവർ ചരക്കും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഈ അറിയാമല്ലോ, ആ സമയത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും മാനസിക പീഡനവും ശാരീരിക പീഡനവും. കാരണം ലോകം ചലിക്കണമെങ്കിൽ കപ്പലുകൾ ചലിക്കണം, ചരക്കുകൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തെത്തണം. കോവിഡ് കാലത്ത് പോലും നമ്മുടെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല, വാഹന സർവീസിന് ബുദ്ധിമുട്ടുണ്ടായില്ല, ഇടയ്ക്കുള്ള ബ്ലോക്കുകൾ ഒഴിച്ച്. എന്തായാലും ഇങ്ങനെ ഒരു മേഖല, ഇങ്ങനെ ഒരു സേവന മേഖലയുണ്ട്. അവരുടെ ഹ്യൂമൻ റിസോഴ്സ്, അവരുടെ
ആരോഗ്യസ്ഥിതി, അവരുടെ മാനസിക സ്ഥിതി അതുകൂടി നമ്മളുടെ ഒരു വിഷയമായി മാറേണ്ടതുണ്ട്. ബന്ധപ്പെട്ടവർ അതുകൂടി പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വന്നുപോയ കപ്പലുകൾ ഏതാണെന്ന് നോക്കാം. Signing off, Elias John.